ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം സമയം ദേ 7:35 കേട്ടോ. ഇന്നിപ്പം സാറ്റർഡേ കേട്ടോ. ഇതൊരു സാറ്റർഡേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പം ഇന്നിപ്പോൾ ആദിക്കുട്ടന് മാത്രം പോയാൽ മതി. ആദിക്കുട്ടനും ഉച്ചവരെ ഉള്ളൂ. സാറ്റർഡേ ഒരു 12 മണി വരെ ആകപ്പാടെ ക്ലാസ് ഉള്ളൂ. അത്ര നേരത്തിന് ഇവർ എന്തിനു വെക്കുന്നതാണോ എന്തോ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് പിന്നെ വേറെ ഫുഡൊന്നും ലഞ്ചൊന്നും കൊണ്ടുപോകാനുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് സ്നാക്ക് കൊണ്ടുപോകാനും രാവിലെ കഴിക്കാനും മാത്രം മതിയല്ലോ. അതുകൊണ്ട് പിന്നെ താമസിച്ചേറ്റ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സാറ്റർഡേ സൺഡേ നല്ല ലേറ്റ് ആയിട്ട് ഏറ്റുകൊണ്ടിരുന്നവരാണ്. ഇപ്പം അതൊന്നും നടക്കുന്നില്ല. അപ്പം എന്തേണ്ട് ഇത് ആദിക്കുട്ടൻ്റെ ഒരു ടെൻറ്റാണ് കേട്ടോ. ഇത് കുറേ നാൾ മുന്നേ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണേ. അപ്പം അത് ഈ ഹാളിനകത്തിട്ട് ഏതു നേരം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് പൊട്ടിപ്പോകണമെന്നൊക്കെ ഓർത്ത് പിന്നെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം ഏതിലോ കണ്ടപ്പോഴത്തേനുമാണ് വീണ്ടും ആദ്യകൂട്ടൻ ടെൻറ്റിൻ്റെ കാര്യം ഓർത്തത്. ഞാനിതെല്ലാം ഇങ്ങനെ വേണ്ടാത്ത എല്ലാം എടുത്ത് കുറേ നമ്മുടെ ഇതിൻ്റെ മണ്ടയിലെ കബോർഡുകളൊക്കെ ഉണ്ട്, അതിലെല്ലാം കയറ്റി വെക്കും. അപ്പം ഇവനിനി പിന്നീടായിരിക്കും ഇതുപോലെ ഓർത്ത് പിടിച്ച് വരുന്നത്. അപ്പം അങ്ങനെ ചോദിച്ചപ്പോഴത്തേനും പിന്നെ അത് എടുത്ത് കൊടുത്തതാണ് കേട്ടോ. വീണ്ടും അങ്ങനെ അത് കൊണ്ടുവന്ന് നമ്മുടെ ഹാളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ രാവിലെ ഇന്ന് നമുക്ക് ഇഡലി കേട്ടോ. ഞാൻ ഇന്നലെ അരച്ചിട്ടിട്ടുണ്ടായിരുന്നേ. ഇഡലിക്ക് 2 പാത്രത്തിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. രണ്ടും അത്യാവശ്യം പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ആ കയ്യെ കാണുന്നതിൻ്റെ പൊട്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ പൊട്ട് കിടക്കാൻ നേരത്ത് നമ്മൾ കിടക്കുമ്പോൾ ആരോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാത്രി നമ്മൾ ഉറങ്ങുമ്പം പൊട്ട് നെറ്റിയെ വെച്ചുകൊണ്ട് കിടന്നുറങ്ങല്ലെന്ന്. അതായത് സത്യമാണോ നേരാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഉള്ളത് കാര്യമാണ് അതിനകത്ത് വല്ലതും തോന്നുന്നു. അപ്പം ഇങ്ങനെ കേട്ട സ്ഥിതിക്ക് എനിക്ക് പേടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം. അപ്പോൾ ഞാൻ രാത്രിക്ക് കിടക്കുമ്പോൾ പൊട്ട് വെച്ചുകൊണ്ട് കിടക്കത്തേ ഇല്ലേ. അപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ കയ്യേലോ അല്ലെങ്കിൽ നമ്മുടെ ഈ കൈയുടെ ഈ ഈ കൈയുടെ പത്തി അല്ലാതെ ഇപ്പുറത്തൊക്കെ ഒട്ടിച്ച് വെക്കും. അപ്പോൾ നേരത്തെ തൊട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോഴത്തേനും കാണുന്നവരോർക്കും മറുകാണോ എന്ന്. അപ്പം അത് പൊട്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞതേ ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഇവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബ്രെഡ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡലി ആക്കാമെന്ന് ഓർത്ത് രാവിലെ ഇതേണ്ട എല്ലാം ചൂടുക. അപ്പം ഞാൻ ഇച്ചിരി നല്ലെണ്ണ ഊറ്റലെല്ലാം നന്നായിട്ടൊന്ന് തൂത്ത് സ്പ്രെഡ് ചെയ്ത് ആക്കിയിട്ടാട്ടോ ഇഡലി മാവ് കോരി ഒഴിക്കുന്നത്. അപ്പം നന്നായിട്ട് തന്നെ വിട്ട് കിട്ടുവേ. ഒട്ടും തന്നെ പിടിച്ചൊന്നും ഇരിക്കത്തില്ല. ഒന്ന് തണുത്ത് കൂടെ എടുക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാൻ അതെല്ലാവരും ഒന്ന് തൂത്ത് നല്ലെണ്ണ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും ഒരിക്കൽ കൊണ്ടുവന്ന കേട്ടോ. അപ്പം ഇതിനൊക്കെ മാത്രമേ നല്ലെണ്ണ അങ്ങനെ നമ്മൾ വേറെ ഒന്നും എടുക്കാറില്ലാത്തതുകൊണ്ട് തന്നെ അതങ്ങനെ ഇരുന്നോളൂ. എന്നോ പണ്ട് വന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. അതിപ്പോഴും അത്രയേ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഇതെല്ലാം തൂത്ത് ഇങ്ങനെ എടുക്കും. അപ്പം നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ പുതുപ്പള്ളിയിൽ വീട്ടിലമ്മ, അതുപോലെ എൻ്റെ അമ്മ വീട്ടിൽ ലീലമ്മ എന്നാട്ടോ എൻ്റെ അമ്മമ്മയുടെ പേര്. അപ്പം ലീലമ്മ ഒക്കെ ഇങ്ങനെ വാഴയിലക്കകത്ത് ഇഡലി തട്ടിനകത്ത് വാഴയില ഇങ്ങനെ വെച്ചിട്ട് അതിൽ ഇഡലി മാവ് കോരി ഒഴിച്ചിട്ട് ചൂടും കേട്ടോ. അപ്പോൾ ഓരോ കുഴിക്കകത്തോട്ട് കറക്റ്റ് ഷേപ്പ് ഒന്നും കാണത്തില്ല ഇഡലിക്ക്, എന്നാലും ആ ഒരു വാഴയിലയുടെ ചെറിയൊരു പച്ച കളറും ഒക്കെ കയറി പിടിച്ചിട്ട് നല്ലൊരു മണമൊക്കെ ആയിട്ടൊരു ഇഡലി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇഡലിക്ക് എപ്പോഴും വല്ലപ്പോഴും ഇഡലി ഉണ്ടാക്കാറുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാം ആ കാര്യം ഇങ്ങനെ ഓർക്കും. അപ്പം ഞാൻ പണ്ട് എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അമീബ അപ്പം എന്നും പറഞ്ഞുകൊണ്ട്. ഇഡലിക്ക് ഒട്ടും ഷേപ്പില്ലാതെ ഇങ്ങനെ വല്ലാത്ത ഷേപ്പിൽ, പക്ഷെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ഓർക്കും വാഴയിലൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലോ, അതുപോലെ നമ്മുടെ ഇലയട, അതൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ വാഴയില ഇല്ലാത്തതിൻ്റെ നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്നൊക്കെ വാഴയിലൊക്കെ വാങ്ങാൻ കിട്ടും, പക്ഷെ ഭയങ്കര വിലയാട്ടോ. ഒരു 2 പീസ് വാഴയിലക്കൊക്കെ തന്നെ നല്ല റേറ്റാണ്. ഞാൻ ഒരു പ്രാവശ്യം ഓണത്തിന് ഞങ്ങൾ ഇവിടെ ആയിരുന്നപ്പം സദ്യ കഴിക്കാനായിട്ട് മേടിച്ചിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊന്നും മേടിക്കാറില്ല. അപ്പം നാട്ടിൽ പോകുമ്പോഴാട്ടോ ഇങ്ങനത്തെ കഴിപ്പുകളൊക്കെ. അപ്പം ഞാനിങ്ങനെ ഇഡലി ഉണ്ടാക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും ലീലമ്മയൊക്കെ അതുകൊണ്ട് ഇങ്ങനെ ഓർക്കും കേട്ടോ. അവിടെ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കും. പുതുപ്പള്ളിയിലും ഒക്കെ ഞങ്ങളുടെ വീട് സാധാരണ അമ്മ ഇതുപോലെ അത് അവിടുത്തേത് നമ്മുടെ ഇരുമ്പല്ലല്ലോ, അലുമിനിയത്തിൻ്റെ തട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വാഴയിലൊക്കെ കിട്ടുമെന്നുള്ളവരുണ്ടല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ എല്ലാവരും ഒക്കെ നോക്കിയിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കുമല്ലോ, പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ വാഴയില വെച്ചിട്ടൊന്ന് നോക്കണം കേട്ടോ. അതിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒക്കെ കാണാം പുതുപ്പള്ളിയിലമ്മ വാഴയില വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു വാഴയിലയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ അതൊക്കെ മിസ് ചെയ്യും. അതുപോലെ പൊതിച്ചോറ് കഴിക്കണം എന്നൊക്കെ ചില സമയം നല്ല ആഗ്രഹം തോന്നും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നാട്ടിൽ പോയപ്പോൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കണമെന്നൊക്കെ ഓർത്തിട്ട് മറന്നുപോയി. ഇനി ഇപ്രാവശ്യം ഇന്നത്തെ പോക്കിനെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു പൊതിച്ചോറുണ്ടാക്കി കഴിക്കണമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുവാണ് ഞാൻ. അപ്പം അമ്മയാണെങ്കിൽ വിളിച്ചപ്പോഴത്തേനും മറ്റേ നമ്മുടെ കുമ്പളപ്പം ഉണ്ടാക്കുന്ന കാര്യം കൂടെ ഇപ്പോൾ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഈ വോയിസ് ഓവർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ അമ്മയെ വിളിച്ചിട്ടാണ് കേട്ടോ. അപ്പം അമ്മ കുമ്പളപ്പം ഉണ്ടാക്കാൻ ഇല ഒടിക്കാൻ പോകുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും കുമ്പളപ്പം കഴിക്കാനും ഒരാഗ്രഹം. അതൊക്കെ ഇനി നാട്ടിൽ ചെല്ലുമ്പോൾ കഴിക്കണം. എപ്പോഴും അതെ, പല സാധനം ഇങ്ങനെ കഴിക്കണമെന്നൊക്കെ ഓർത്തോണ്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒന്നിനും സമയം കാണത്തില്ല. പെട്ടെന്ന് ദേ പോയി ദാ വന്നു എന്ന് പറയുന്ന അവസ്ഥയാണ് ചിലപ്പോഴൊക്കെ.
അപ്പോൾ ഇപ്രാവശ്യത്തെ പോക്കിനും അങ്ങനെയൊക്കെ കാണത്തുള്ളൂ, ഒട്ടും സമയമില്ല, ഇവർക്ക് ക്ലാസ്സും ജോലിയൊക്കെ ഉള്ള സമയമാണല്ലോ. ഇവിടെ ആണെങ്കിൽ ഇനിയിപ്പം ഇവർക്ക് അവധിയുള്ള പൂജയ്ക്ക് മാത്രം കേട്ടോ, നമ്മുടെ ഓണത്തിനോ ഒന്നും ഇവിടെ അവധി ഇല്ലല്ലോ. അതൊരു ഭയങ്കര പ്രശ്നം കേട്ടോ ഞങ്ങൾക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്ഥലത്തും രണ്ട് രീതിക്ക് അവധി ആയതുകൊണ്ട്. അപ്പം അങ്ങനെയൊക്കെ കേട്ടോ. രാവിലെ അങ്ങനത്തെ ഞാൻ ഇഡലി മാവെല്ലാം കോരി ഒഴിച്ച് നേരെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തന്നെ ഒന്ന് കയറ്റി വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം വെള്ളം ചൂടായിട്ട് നേരെ ഇറക്കി വെക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ ഒരു വീഡിയോ കേട്ടെ. നമ്മൾ നേരെ വെച്ച് ഇരുന്ന് തിളയ്ക്കുന്നതിനെക്കാട്ടിലും ഫസ്റ്റ് തന്നെ ചൂടിനകത്തോട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടാനായിട്ടൊക്കെ നല്ല ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. നല്ലതായിട്ട് തന്നെ കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഈ പാത്രമാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും ഇഡലി ഉണ്ടാക്കുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ, വല്ലപ്പോഴും അല്ലേ ഇഡലി ഉണ്ടാക്കാറുള്ളൂ. ഞാനാണെങ്കിൽ ഈ പാത്രം കൂടുതൽ യൂസ് ചെയ്യുന്ന ഇവിടെ ചൂടുവെള്ളം കുളിക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഇൻഡക്ഷനെ വെക്കാൻ പറ്റുന്നൊരു പാത്രമാണ്, അതുകൊണ്ട് അതങ്ങ് എടുത്തു. അപ്പോൾ ഇന്നിപ്പോൾ ഇൻഡക്ഷനിൽ ഇനി ഞാനൊരു ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര നേരമായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ചായ ഇഡലി ഉണ്ടാക്കി അങ്ങ് സെറ്റ് ആക്കിയിട്ട് ചായ വെക്കാമെന്ന് ഓർത്ത്, ഇവരെല്ലാവരും ഏറ്റു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ ചായ വെക്കണോണ്ടാണ് നേരെ കയറ്റി ഗ്യാസേലോട്ട് വെച്ചത് ഇഡലി. അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷനേലേ ഞാൻ വെക്കുള്ളൂ കേട്ടോ. ഇപ്പം എല്ലാം ഞാൻ മാക്സിമം ഇൻഡക്ഷനെ വെക്കുക. അപ്പോൾ ഇപ്രാവശ്യത്തെ കറണ്ട് ബില്ല് വരുമ്പോൾ നമുക്കറിയാം കേട്ടോ, ഇവിടുത്തെ കറണ്ട് ബില്ല് എങ്ങനെയാണ്, നമ്മൾ കൂടുതൽ ഒത്തിരി യൂസ് ചെയ്താലോ അതനുസരിച്ച് നല്ല രീതിക്ക് കൂടുമോ എന്നൊക്കെ ഒന്ന് അറിയാമെന്ന് ഓർത്ത് ഞാൻ ഇപ്രാവശ്യം മാക്സിമം ഇൻഡക്ഷൻ അങ്ങ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചായ അപ്പോഴത്തേനും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായ നല്ല അടിച്ച് പതപ്പിച്ചെടുക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ നേരെ ഗ്ലാസ്സിലോട്ട് അങ്ങ് അരിപ്പ് വെച്ച് ഒഴിക്കുമായിരുന്നു പതിവേ. അപ്പോൾ വീട്ടിലൊക്കെ കാണാം ഇങ്ങനെ നല്ല ഈ കടയിലൊക്കെ എടുക്കുന്ന പോലെ നല്ല അടിച്ച് പതപ്പിച്ച് ചായ എടുക്കുന്ന അച്ഛൻ കാണാം, ഇങ്ങനെ നല്ല രസം അച്ഛൻ ഇങ്ങനെ കടയിലടിക്കുന്ന പോലെ പൊക്കി പൊക്കി ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുമെങ്കിലും ഇനി അടുത്തൊരു പാത്രം കൂടി, ഈ കപ്പൊക്കെ ഞാൻ എടുക്കാതെ അവിടെ കയറ്റി വെച്ചേക്കുമായിരുന്നു. എല്ലാം കൂടെ എടുത്ത് പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നാമത്തെ കാര്യം സ്പേസ് കുറവാണ്, പിന്നെ ഇതൊക്കെ കഴുകിയെല്ലാം എടുക്കണമല്ലോ, ഇച്ചിരി മടി കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ കപ്പൊന്നും എടുക്കത്തില്ല, നേരെ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇന്നൊരു വെറൈറ്റിക്കൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ ആക്കി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മധുരം കൂട്ടി ഒരാൾക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്ക്, ആദ്യം എനിക്ക് മധുരം കുറച്ച് മതി, അതാണ് സെപ്പറേറ്റ് മധുരം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ചിലപ്പോൾ ഞാൻ മറന്നു പോകും, മധുരം ഇട്ടിട്ട് അതുപടി കൊണ്ടുപോയി കൊടുക്കും, എന്നിട്ട് മധുരം ആയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും കോരിയിടും. അങ്ങനെയൊക്കെ ചില സമയം ഓരോ വെളിവില്ലായ്മയൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്പൂൺ നേരത്തെ തന്നെ ഇന്ന് അതിനകത്ത് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ എല്ലാം എടുത്തു, ഞങ്ങളത് ചായ ഞാൻ കുടിച്ചില്ല, എൻ്റേത് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, ആദ്യക്കുട്ടൻ്റേതും അവിടെ ഇരിക്കുന്നുള്ളൂ, ആദ്യക്കുട്ടനെ ഏൽപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ അവനുള്ള സ്നാക്ക് കൂടെ ഒന്ന് ആക്കി വെക്കാമെന്ന് ഓർത്തേ. ഇന്നിപ്പം ഇത് മതിയെന്ന് പറഞ്ഞായിരുന്നു, ന്യൂട്ടെല്ലായും ബ്രെഡും കൂടെ. പിന്നെ നമ്മൾ അന്ന് ഡിമാർട്ടിൽ പോയപ്പോൾ ഡിമാർട്ടിലല്ല സ്മാർട്ടിൽ പോയപ്പോൾ മേടിച്ച ഇതാട്ടോ ന്യൂട്ടെല്ല, അത് തീരാറായി, കുറേ ആയല്ലോ ഇപ്പോൾ മേടിച്ചിട്ട്. അപ്പോൾ അത് തീരുന്നിടം വരെ വടിച്ച് ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. പിന്നിപ്പോൾ അത് ആദ്യക്കൂട്ടന് മതിയെന്ന് പറഞ്ഞുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ ഇഡലിയും കൊടുക്കും, അതുപോലെ സ്നാക്കായിട്ട് ഇത് നമ്മൾ കഴിച്ചോളും കേട്ടോ, ഇഷ്ടമാണ്. ഈ ബ്രെഡ് വലിയ ഹെൽത്തി അല്ലല്ലോ, എന്നാലും അങ്ങനെ ഓർക്കുമ്പോഴത്തേനും ഒരു ഇതാണ്. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ഒരു പനിയൊക്കെ വന്നാലും ഒക്കെ ബ്രെഡാണല്ലോ ആദ്യമേ കഴിക്കാൻ കൊടുക്കുന്നത്, അപ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്നോർത്ത് മിക്ക ദിവസം ഞാൻ ബ്രെഡ് അങ്ങ് തന്നെ 4 മണിക്കൊക്കെ ആണെങ്കിലും ന്യൂട്ടെല്ല മേടിച്ചാൽ പിന്നെ മിക്ക ദിവസം ബ്രെഡ് തന്നെയാട്ടോ ഇപ്പോൾ ഇവിടെ. അപ്പോഴത്തേന്താ ഞാൻ ഇഡലിയുടെ ഇത് തണുത്തായിരിക്കും ഓർത്ത് ഓടി വന്നൊന്ന് തുറക്കാൻ നോക്കിയത്, അപ്പം തണുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ആ മണ്ടയിലത്തെ പിടി പോയിട്ടുള്ളതുകൊണ്ട് തന്നെ തുറക്കാൻ പാടാണ്. അപ്പം ഞാൻ കത്തി വെച്ച് ഇതുപോലെ തന്നെ ആക്കും, അപ്പം തുറന്നെടുക്കാൻ എളുപ്പമാണ്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, ചൂടില്ലെന്ന് ഓർത്ത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം ഈ പാത്രം എനിക്ക് എൻ്റെ അമ്മ തന്നെ തന്നു കേട്ടോ. അപ്പം അത് ഈ നമ്മുടെ കുക്കർ പോലെ ഇങ്ങനെ സൗണ്ട് കേൾക്കും ഇതായി വരുമ്പോഴത്തേനും. ഇതുപോലൊരു പാലൊക്കെ തിളയ്ക്കുന്ന ഒരു കുക്കറല്ലേ, അതുപോലെ തന്നെ ഒരു സൗണ്ടുള്ള ഇഡലി കുക്കറാട്ടോ അത്. അങ്ങനത്തെ നമ്മുടെ ഇഡലി നല്ലതായിട്ട് കിട്ടി കേട്ടോ, നല്ല സോഫ്റ്റ് ഇഡലി ആയിട്ട് കിട്ടി കേട്ടോ ഇപ്രാവശ്യം. എന്തായാലും ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ മാവ് പുളിക്കുമല്ലായിരുന്നു, പക്ഷെ ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ ഇവിടെ വീണ്ടും തണുപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, എന്നിട്ടും എൻ്റെ മാവ് പുളിച്ചു കേട്ടോ. അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. രാവിലെ ഈ മാവ് പുളിച്ച് കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഹാപ്പി നല്ലൊരു ഫീലാണല്ലോ. ആർക്കൊക്കെ അങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ. അപ്പം ആരും കമൻ്റ് ഒന്നും ഇടത്തില്ലെന്ന് എനിക്കറിയാം, ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, എന്നാലും അപ്പോൾ ആ ഒരു ഫ്ലോയിൽ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇഡലി എല്ലാം നല്ല പൂ പോലത്തെ ഇഡലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും എടുക്കുന്നില്ല, ആദ്യക്കുട്ടന് മാത്രം 2 ഒന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടി, ബാക്കി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അതുപടി വെച്ചു. ഞങ്ങൾ ഇനി ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചമ്മന്തി ഞാൻ തലേ ദിവസം തന്നെ എല്ലാം അരച്ച് ജാറ് എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് രാവിലെ ഏറ്റപ്പോഴത്തേനും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, തണുപ്പൊന്ന് പോയിരിക്കട്ടെ എന്നോർത്ത്. എന്നിട്ട് ഇച്ചിരി കടുകൂട വറുത്തെടുത്തപ്പോഴത്തേൻ്റെ ചമ്മന്തി
റെഡി ഇങ്ങനെ. അപ്പം ഞാൻ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തലേദിവസം തന്നെ ചെയ്തു വെക്കും കേട്ടോ. എന്നപ്പോൾ പിന്നെ രാവിലെ അത്രയും കൂടെ കിടന്നുറങ്ങാമല്ലോ, അത്ര ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ. അത് ഭയങ്കര പൊട്ട അഴുക്ക് ശീലമാണ് കേട്ടോ, എനിക്കറിയാം. എന്നാലും എപ്പോഴും ഒന്നുമില്ല കേട്ടോ, ഇതുപോലെ ചില സമയം. ഇപ്പോൾ ശനി ഞായറൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെ മീൻസ് ഇവനെ LKG-ലായിരുന്നപ്പോൾ വരെ ശനി ഞായറൊക്കെ ഫുൾ നല്ല സുഖമായിട്ട് രാവിലെ ലേറ്റായി എഴുന്നേൽക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നപ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ട്, ശനിയും ഞായറും ഒക്കെ അല്ലേ കിടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരു ഇത്. അപ്പം അതുകൊണ്ട് ഞാൻ ശനിയാഴ്ചയൊക്കെ ഇച്ചിരി പഴയ പോലെ തന്നെ 7:30 ഒക്കെ ആയപ്പോൾ അതാണ് ഏൽക്കുന്നത്. ഇപ്പം എല്ലാ ശനിയും അങ്ങനെ തന്നെയാണ്. അല്ലാത്ത ദിവസമൊക്കെ നേരത്തെ എഴുന്നേക്കും കേട്ടോ, 6 മണി അങ്ങനെയൊക്കെ ഇപ്പോൾ എഴുന്നേക്കുന്ന ടൈം. അല്ലെങ്കിൽ ഒന്നും നടക്കത്തുമില്ല കാര്യങ്ങൾ, എത്ര നമ്മൾ എല്ലാം ചെയ്തു വെച്ചെന്ന് പറഞ്ഞാലും 6 മണി 6:30 ആകുമ്പോൾ ഞാൻ ഏൽക്കും. അപ്പം എന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ കേട്ടോ, ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടേ. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ലേറ്റ് ആകും. അപ്പോൾ അതേ ആദ്യക്കുട്ടൻ ഞാൻ എൻ്റെ അടുത്ത് ഇതേ കൊണ്ട് കഴിക്കാനൊക്കെ കൊടുത്ത്, പിന്നെ അവൻ്റെ ഇന്ന് ലഞ്ച് ബാഗ് ആയിട്ടില്ല, കാരണം സാറ്റർഡേ ആണല്ലോ. അപ്പം ലഞ്ച് കൊണ്ടുപോകണ്ടാത്ത കാരണം മറ്റേ ബാഗിനകത്ത് തന്നെ അങ്ങ് എല്ലാം വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഇതെല്ലാം ചുമക്കണമെന്ന് പറഞ്ഞാൽ അധികമില്ല, എന്നാൽ പോലും സ്കൂളിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ബാഗിനും ഉണ്ട് ഇപ്പോൾ പണ്ടത്തേനെക്കാട്ടിലും അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. കാരണം ഹോംവർക്ക് ബുക്കൊക്കെ കുറച്ച് കൂടുതൽ കൊടുത്തു വിടും ഇപ്പോഴേ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചുമന്ന് അങ്ങോട്ട് കയറി പോകുന്ന കാണുമ്പോഴത്തേനും പിന്നെ നല്ല നമുക്കൊരു വിഷമം വരും. പിന്നെ നമ്മൾ പണ്ട് ചുമന്നുകൊണ്ടിരുന്ന പോലെ ഒന്നും ഇപ്പോഴത്തെ പിള്ളേർക്കില്ല. കാരണം ഇവർക്ക് ഫുള്ള് എല്ലാം ബുക്സ് എല്ലാം സ്കൂളിൽ തന്നെ വെച്ചിട്ട് ഹോംവർക്ക് ഏതാണോ അത് മാത്രമേ കൊടുത്തു വിടത്തുള്ളൂ. ഇപ്പം അങ്ങനെയാണല്ലോ പുതിയ ശീലം. അത് തന്നെയാണല്ലോ ഭയങ്കര നല്ലൊരു ശീലമാണ്, നല്ലൊരു കാര്യമാണ്. നാട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, ഇവിടെ അങ്ങനെയാണ്. അപ്പം എന്താണ് വളരെ കുറച്ചേ കാണത്തുള്ളൂ ബുക്സൊക്കെ. പിറ്റേ ദിവസത്തെ ഹോംവർക്കിനുള്ള മാത്രം, അല്ലെ എന്തെങ്കിലും പഠിച്ചുകൊണ്ട് പോകാനുണ്ടേ അത് മാത്രം തന്നുവിടും, ബാക്കി ഫുള്ള് അവരവിടെ കളക്ട് ചെയ്ത് വെക്കും. അതന്നെയാണെങ്കിലും ഞാൻ നോക്കിയിട്ട് നല്ലൊരു പരിപാടിയാണ് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ പോകുന്ന കണ്ടാൽ അയ്യോ കാണുന്നവരും കൂടെ കരഞ്ഞു പോകുമായിരുന്നു, അത്രയ്ക്കും വലിയ അവസ്ഥയായിരുന്നല്ലോ. ഒരു ലോഡ് ബുക്കും ബാഗും എല്ലാം കൂടെ ചുമന്ന് കൂടിയായിരുന്നു ഞാനൊക്കെ പൊക്കോണ്ടിരുന്നത്. ബസ്സുകാർക്കാണല്ലോ നമ്മളെ കാണുമ്പോഴേ കലിപ്പും, അവർക്ക് ഏറ്റത്തില്ല ഇതൊക്കെ കൊണ്ട് എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചുകൊണ്ട് എത്ര പ്രാവശ്യം പുറത്ത് നിർത്തിയിട്ടുണ്ടോ, നാണം കെടുത്തിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു കാലമല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ എന്നാലും ഭയങ്കര ബെറ്ററാണ് ഇപ്പോൾ, ഇതെല്ലാം കൂടെ വലിച്ചു കെട്ടിക്കൊണ്ട് പോകണ്ടല്ലോ പിള്ളേർക്ക്. ആ വലിയ പിള്ളേർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും, അത് ഇനി കുഞ്ഞു പിള്ളേർക്കേ ഉള്ളോ ഇങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ തന്നെ മതിയായിരുന്നു വലിയ ക്ലാസ്സിലും എന്തായാലും. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇതിൻ്റെ ഇടയ്ക്ക് തിരിച്ച് വന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഇഡലിയൊക്കെ ഞാനൊന്ന് പാത്രത്തിലോട്ട് ആക്കി എടുക്കുക കേട്ടോ, ചമ്മന്തി ഇഡലിയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമയും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിനിമയും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇത് ഉച്ചക്കത്തേതാണ് കേട്ടോ. ഉച്ചയ്ക്ക് എനിക്കും ആദ്യക്കൊട്ടിന് മുട്ട മാത്രം മതിയായിരുന്നു. നമുക്ക് പയറുമെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചേ. പല്ല് കാണിച്ചു വാവാ, ഏത് പല്ലിനാ കേടുള്ള അല്ല പൊട്ടാൻ പോന്ന്, വിട്ടേ വിട്ടേ വിട്ട് 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 അടച്ച് ഈന്ന് മാത്രം വെക്കടാ, ഈ പല്ലല്ലേ. ഒന്നുകൂടെ കാണിച്ച പല്ല് ഈന്ന് വെച്ചാൽ മതി. ആണോ, ആദിദേവ് ഇന്ന് വന്നില്ലേ എന്നല്ലേ. ഈ പല്ലില്ലാത്ത ആദിദേവ് ഏതാന്ന്? അപ്പം ആദ്യക്കുട്ടൻ്റെ പല്ലാണെങ്കിൽ കയ്യോ എന്താട്ടോ തട്ടിയിട്ട് ഇളകിയെന്നും പറഞ്ഞുകൊണ്ട് വന്ന് കാണിച്ചതാട്ടോ. ഞാൻ പിന്നെ ആ ഭാഗത്തോട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ പേര് മാത്രം നിൽക്കുക കേട്ടോ, എനിക്ക് ഈ ബ്ലഡ് കാണാനേ പറ്റത്തില്ല. അപ്പം അവന് നല്ല പേടിയുണ്ട്, എന്നാലും അത് പറിച്ചെടുക്കാം, നാളെ സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും കാണുമ്പോൾ വേറൊരു ലുക്കാകുമല്ലോ എന്നൊക്കെ ഉള്ളതില്ല. അങ്ങനെ തന്നെ പല്ല് പറിച്ചെടുത്ത് എൻ്റെ കൊച്ചിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ താഴത്തെ പല്ല് കുറഞ്ഞ ഇതുപോലെ പോയിട്ട് വന്നതാണ്, മുകളിലത്തേതും തന്നെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി തൊട്ടടുത്തിരിക്കുന്ന പല്ലൊക്കെ ഇളകിയിരിക്കുക കേട്ടോ. അപ്പോൾ പിള്ളേരിങ്ങനെ എത്ര പെട്ടെന്നല്ലേ ഓരോ പ്രായം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആ പല്ല് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം പോയ പല്ലും എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതും ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറേ നേരം നേരിട്ട് പിന്നെ പോയി കണ്ണാടിയിലൊക്കെ നോക്കി ഞങ്ങളുടെ ഷേപ്പൊക്കെ ആസ്വദിച്ച് ഷേപ്പ് മാറിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നാളെ സ്കൂളിൽ പോകാനുള്ളൊരു ഇതിൽ ആദ്യക്കൂട്ടം ഇനി ഇരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ നാളെ ചെല്ലുമ്പോൾ സ്കൂളിൽ നിന്ന് എല്ലാവരും ആദ്യത്തെ എന്തിയേ എന്ന് ഓർത്ത് ഷേപ്പ് അത്രയ്ക്കും മാറിപ്പോയി എന്നൊക്കെ ഒരു ഇതിൽ ആദ്യക്കൂട്ടം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ രണ്ടുകൂടി ഇരുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അതാകുമ്പോൾ ഇത് കിടന്നോളുമല്ലോ പോവാതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ, ബൈ.